നമസ്കാരം, ഞാൻ ജയന്താണ്. കനകരാജ്യം. എല്ലാം നഷ്ടപ്പെട്ടൊരു വ്യക്തിക്ക് ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ജ്വല്ലറി മോഷണം. ആ ഒരു മോഷണം രണ്ട് കുടുംബത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനുശേഷം നടക്കുന്ന കാര്യം ആണ് കനകരാജ്യം എന്ന് പറയുന്നൊരു മൂവി ചർച്ച ചെയ്യുന്നത്. എടുത്തു പറയാനുള്ളത് ഇന്ദ്രൻസിൻ്റെ അതിമനോഹരമായ അഭിനയമാണ്. ഓരോ ആഴ്ചയും ഇന്ദ്രൻസിൻ്റെ ഓരോരോ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, പക്ഷേ അതാരും കാണാറില്ല. മനഃപൂർവ്വം കാണാത്തതാണോ അതോ വേണ്ടെന്ന് വെക്കുന്നതാണോ എന്നറിയത്തില്ല. പക്ഷേ അതൊക്കെ നല്ല മൂവിയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ കാണുന്ന ഒരു മൂവിയാണ് ഇന്ദ്രൻസിൻ്റെ കനകരാജ്യം എന്ന് പറയുന്നൊരു മൂവി. എടുത്തു പറയേണ്ടത് ഇന്ദ്രൻസിൻ്റെയും മുരളി ഗോപിയുടെയും അഭിനയമാണ്. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മുരളി ഗോപി വീണ്ടും ഒരു ചിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് മുരളി ഗോപി ചെയ്തേക്കുന്ന ഈ ഒരു ചിത്രത്തിൽ. എന്തായാലും നമുക്ക് ഇന്ദ്രൻസിന് ഒരു അവാർഡൊക്കെ കിട്ടും എന്ന് നമുക്ക് ഈ ഒരു പടം കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും. വേറെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവം വേറൊരു കുടുംബത്തിലേക്ക് ബാധിക്കുന്നു. ഒരു നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ അത് ബാധിക്കുന്നു. അതുമായി ചുറ്റിപ്പറ്റിയുള്ള ഒരു സിനിമ കണ്ടിരിക്കാം. അല്ലാതെ ഭയങ്കര അങ്ങനെ സെറ്റപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഈ ചിത്രത്തിലില്ല. ഒരു നല്ലൊരു കണ്ടൻറ്റോ ഒരു സാമാന്യ സാധാ ഒരു ചെറിയ കണ്ടൻറ്റാണ്. എന്തായാലും എല്ലാവരും വന്ന് ഒരു തവണ കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം. അതാണ് കനകരാജ്യം എന്ന് പറയുന്നൊരു മൂവി.